ഞാൻ ഇന്ന് വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം, കോൺഗ്രസ് പാർട്ടിയിലിരുന്നപ്പോൾ ഞാൻ കണ്ടത് മുഴുവൻ വാർദ്ധക്യം പിടിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയാണ്. കാരണം യൂത്ത് കോൺഗ്രസ് മീറ്റിങ്ങിന് ഞാൻ തമാശയായിട്ട് പറഞ്ഞില്ല, 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് യൂത്തിൻ്റെ നേതാക്കന്മാർ. ഒന്നാമത് ഇരുന്ന സ്ഥലത്ത് പിന്നെ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്, പിന്നെ ഇങ്ങനെ നീണ്ടങ്ങനെ പോകും. ഇന്ന് എനിക്ക് വേറെ സന്തോഷം തോന്നിയൊരു കാര്യം, ഇന്ന് എൻ്റെ അച്ഛൻ്റെ വലങ്കയും സന്തത സഹചാരിയുമായ മഹേശ്വരൻ നായർ തിരുവനന്തപുരത്ത്, അദ്ദേഹം 4 പ്രാവശ്യം കൗൺസിലറും 2 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായ ആളാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, കെ കരുണാകരൻ്റെ മക്കളെയും അനുയായികളെയും ഒരിക്കലും കോൺഗ്രസ് വെച്ച് പൊറുപ്പിക്കില്ല പാർട്ടി. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ പോയ പത്മിനി തോമസും തമ്പാനൂർ സതീഷ് ഇവരെല്ലാം, ഈ മഹേശ്വരൻ നായർ, ഇവരെല്ലാം അച്ഛൻ്റെ സ്വന്തം ആൾക്കാരാണ്. പക്ഷേ എൻ്റെ പിതാവ് മരിച്ച പിന്നെ ഇവരാരും മൈൻഡിയില്ല. ഏറ്റവും കഴിവുള്ള നേതാക്കൾ ഇവർ പോകുമ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ. അവർക്ക് അടിത്തട്ടിൽ തൊട്ട് പ്രവർത്തിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് വന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് അറിയായിരുന്നു, ഞാൻ പിന്നെ ആരോടും പറഞ്ഞില്ല എന്ന് മാത്രം. ഇവരെല്ലാം എന്നോട് കാര്യങ്ങൾ പങ്കുവയ്ക്കും. ഇവരൊക്കെ ഒരു രാഷ്ട്രീയ ബന്ധമല്ല, ഞാൻ മാനസികമായിട്ട് അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇനി വരാൻ കേട്ടോ, ഇനി വന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഓരോ ചാനലുകൾ, UDF-ന് 17, LDF-ന് 3, അതായത് BJP-ക്ക് ഒന്നുമില്ല, ഇനി അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറയാനാണ്. ഇതൊന്നും വിശ്വസിക്കണ്ട. കാരണം കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് വളരെയധികം സംഭവഗതികൾ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, തൃശ്ശൂർ ജീവിക്കുന്ന ഞാൻ പറയുന്നു, ഇപ്രാവശ്യം എനിക്കറിയുന്ന തൃശ്ശൂർ താമര വിരിയും. NDA തീർച്ചയായിട്ടും അവിടെ ഭരണത്തിൽ വരും. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ, ഇപ്പം ഞാനിവിടെ വന്നപ്പോഴാണ്, ഇവിടുത്തെ MP എൻ്റെ സഹോദരനായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ, ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 5 കൊല്ലം മുമ്പ് ഒരു തെറ്റ് ചെയ്തു. 3 ആഴ്ച ഇവിടെ വന്ന എൻ്റെ സഹോദരനല്ലേ, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, അന്നോട്ടേ ഞാൻ പാർട്ടിയായിട്ട് അകന്നു തുടങ്ങിയതാണ്. പക്ഷേ സഹോദരൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കണ്ടപ്പം എൻ്റെ സഹോദരൻ്റെ സ്വഭാവമല്ല എനിക്ക്, അതെൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം. പിന്നെ ചേട്ടനൊരു കാര്യമുണ്ട്, ഇന്ന് പറയണേ നാളെ മറന്നോളൂ കേട്ടോ. രാത്രി എണീറ്റ് രാവിലെ എണീക്കുമ്പോൾ അദ്ദേഹം അത് മറക്കും. പക്ഷേ നമുക്കൊന്നും അങ്ങനെയല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. സഹോദരന്മാരും എല്ലാം പറഞ്ഞാൽ എനിക്ക് വളരെയധികം വേദന എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ആ വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അതിലൊരു തരി ഞാൻ വെള്ളം ചേർക്കില്ല. കാരണം ഞാൻ വന്നിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയിൽ വളരെയധികം സങ്കടങ്ങളും സ്വാതന്ത്ര്യമില്ലായ്മയും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എൻ്റെ പിന്നാലെ പണ്ട് പറഞ്ഞ മാതിരി എൻ്റെ പിന്നാലെ വരുവിൻ, നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നാലെ വരുവിൻ, മോദി നിങ്ങളെ കൈ തരും. കാരണം ഞാനിവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം. നമ്മുടെ അവിടെയൊക്കെ ഒരു മീറ്റിംഗ് ഉണ്ടായാൽ ഇങ്ങനെ 2 റോല് പെണ്ണുങ്ങളുണ്ടാവും, ബാക്കി എല്ലാ ആണുങ്ങളാണ്. പിന്നെ പെണ്ണുങ്ങളെ പറ്റി പറയുമ്പോഴാണ് 10 ആണെന്നുണ്ട്, അതിലൊന്നും ആ പെണ്ണിനെ കൊടുക്കും. ഞാൻ കേട്ടോണ്ടിരിക്കണതല്ല. അപ്പോൾ സ്ത്രീകൾക്ക് ബഹുമാനം കൊടുക്കാത്ത സ്ഥലത്ത് ആ പാർട്ടി വളരില്ല. ഈ പാർട്ടി എന്തുകൊണ്ട് വളരണം? നമുക്കിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പടിയായിട്ട് തീർച്ചയായിട്ടും ഈ കേരളം NDA ഭരിക്കുന്ന ഒരു കാലം വരും, അതിൽ യാതൊരു സംശയവുമാണ്. കാരണം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അല്ലാതെ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, എല്ലാവരും ഇനിയിപ്പോൾ 17 കൂടി കേട്ടോട്ട് ആരും നിലത്ത് നിൽക്കില്ല. പിന്നെ പണിയെടുക്കണ്ടല്ല. പിന്നെ ഇനി എന്തെങ്കിലും അവർക്ക് കിട്ടിയാൽ തന്നെ അവരുടെ ഗുണം കൊണ്ടല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഇവർക്ക് വല്ലതും കിട്ടുന്നത്. അപ്പോൾ ആ പണി കൊടുക്കണ്ടല്ലോ, സുഖം. അപ്പോൾ ഇങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പോക്ക്.